സുഗമോ ദേവി സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സിദ്ധാർത്ഥന് രാഷ്ട്രീയത്തിലേക്കോ മത്സരിക്കാനോ അങ്ങനെ യാതൊരു ആഗ്രഹവും ഇല്ലാതെ കുടുംബമായിട്ട് സമാധാനത്തോടും സന്തോഷത്തോടും മുന്നോട്ട് ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളായിരുന്നു. അങ്ങനെയുള്ള സിദ്ധാർത്ഥൻ്റെ മനസ്സിലേക്ക് വീണ്ടും രാഷ്ട്രീയ ആശയങ്ങൾ നിറച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ആദ്യം വിസമ്മതിച്ച സിദ്ധുവിനെ പ്രഭാവതിയും മക്കളും എല്ലാവരും കൂടി ചേർന്ന് പ്രോത്സാഹിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഇറക്കുന്നുണ്ട്. MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു അവസരം കൊടുത്തു. ശേഷം അരുന്ധതിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് സിദ്ധുവിന് മത്സരിക്കാനുള്ള അവസരം ഇല്ലാണ്ടാക്കുന്നു. കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് സിദ്ധു മത്സരിച്ചാൽ ജയസാധ്യത കുറയും, അത് പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കും. എന്നിരുന്നാലും സിദ്ധുവിൻ്റെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ തന്നെ ഭരണപക്ഷത്തിൻ്റെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. അതിനെ തുടർന്ന് നമ്മുടെ ത്യാഗരാജനാണെങ്കിൽ പ്രഭാവതിയുടെ പേരുന്നയിക്കുന്നു. സിദ്ധുവും എല്ലാവരും അതിന് സമ്മതം മൂളുന്നുവെങ്കിലും പ്രഭാവതി അമ്പിലും വില്ലിലും അടുക്കുന്നില്ലായിരുന്നു ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ത്യാഗരാജനും മറ്റെല്ലാവരും കൂടി നമ്മുടെ ദേവികയെ സെലക്ട് ചെയ്യുന്നു. ആദ്യം അരുന്ധതി കരുതിയത് പ്രഭാവതിയെ ഇലക്ഷന് മത്സരിപ്പിച്ചുകൊണ്ട് 8 നിലയെ പൊട്ടിച്ച് അവരെ തകർക്കുക എന്നതായിരുന്നു. അതിനുശേഷം അവർ കണ്ടെത്തിയ മാർഗ്ഗമാണ് ദേവികയെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രഭാവതിയുടെ കുടുംബം ഒന്നടങ്കം തകർക്കാമെന്ന്. ഇലക്ഷന് മത്സരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ദേവികയെ സിദ്ധുവും ചന്ദ്രമതിയും അരുന്ധതിയും എല്ലാം മോട്ടിവേറ്റ് ചെയ്ത് ഒരു വിധത്തിൽ ആ ട്രാക്കിലേക്ക് എത്തിച്ച സമയത്ത് അരുന്ധതി പോലും പ്രതീക്ഷിക്കാത്ത നിമിഷം നമ്മുടെ പ്രഭാവതിയുടെ ഭാഗത്തുനിന്ന് നല്ല ശക്തമായൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതായത് ഭരണപക്ഷത്തിൻ്റെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വീണ്ടും അവസരം ചോദിച്ചുവെങ്കിലും ദേവികയെ മാറ്റാൻ പാർട്ടിക്കാർ ഒരുക്കമല്ലാത്തത് കൊണ്ട് തന്നെ എതിർ പാർട്ടിയിലേക്ക് അവസരം ചോദിക്കുകയും അവർക്ക് കിട്ടിയ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പ്രഭാവതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരാണെങ്കിൽ ഇലക്ഷന് മത്സരിക്കാൻ പ്രഭാവതിക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് അരുന്ധതിക്ക് ആകെ കലിയാകുന്നുണ്ട്. ഇനി ചിലപ്പം പ്രഭാവതി വിജയിച്ചാലോ, അത് തനിക്ക് താങ്ങാൻ പറ്റില്ല, എങ്ങനെയും പ്രഭാവതിയെ തകർക്കണം. കലി തുള്ളി അരുന്ധതി CPയോടും ത്യാഗരാജനോടും പറയുന്നുണ്ട്, പ്രഭാവതിയെ മത്സരിക്കാൻ ഞാൻ അനുവദിക്കില്ല, എങ്ങനെയും ദേവികയെ MLA ആക്കണം എനിക്ക്. അതിനു വേണ്ടിയിട്ട് എത്ര പണം ചെലവാക്കാനും ഞാൻ തയ്യാറാണ്. എൻ്റെ സ്വത്തുക്കൾ മുഴുവനും വിറ്റിട്ടാണെങ്കിലും ദേവികയെ വിജയിപ്പിച്ചിട്ടേ മറ്റെന്തൂ ഉള്ളൂ, എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അരുന്ധതി അങ്ങ് പോകുമ്പോഴത്തേക്കും CPയും ത്യാഗരാജനും ആകെ ഞെട്ടി അമ്പരന്ന് നിൽക്കുന്നുണ്ട്. അരുന്ധതി മേഡത്തിൻ്റെ സകല സ്വത്തുക്കളും ഇല്ലാതാക്കിയിട്ടായാലും പ്രഭാവതിയെ തോൽപ്പിക്കണമെന്നുള്ള വാശി മനസ്സിലുണ്ടെങ്കിൽ പ്രഭാവതി അരുന്ധതിയോട് ചെയ്തിട്ടുള്ള ക്രൂരത എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഊഹിക്കാം. പക്ഷെ അവർക്ക് പകയുടെ പിന്നാമ്പുറം എന്താണെന്ന് ശരിക്കും അറിയില്ല. കഥയറിയാതെ ആട്ടം കാണുവാണ് അരുന്ധതിയുടെ പണത്തിന് പിന്നിൽ. ഓഫീസിൽ പോയി വന്ന നന്ദൻ ആളാകെ മാറി. ദേവിയുടെ പേര് കേട്ടാൽ പോലും കലി തുള്ളുന്ന നന്ദന് ദേവിയോട് ഭയങ്കര സ്നേഹവും അനുകമ്പയൊക്കെ വരുന്നുണ്ട്. ദേവിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ആരും ചെയ്യാൻ പാടില്ലമ്മ. ഇലക്ഷനായാലും ജീവിതത്തിലായാലും അവളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാനിനി ചെയ്യില്ല. അത് കേട്ട് വായും പൊളിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതുവരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റത്തിന് കാരണം എന്തുവാ? അരുന്ധതി മേഡം എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. നമ്മളാരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീയല്ല അവർ വെറും ഒരു പാവ സ്ത്രീയാണമ്മ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ പ്രഭാവതിക്ക് ദേഷ്യമാകുന്നുണ്ട്. പ്രഭാവതിക്ക് ഇതൊക്കെ മുന്നേ അറിയാം. ഋഷിയും ദേവികയും തമ്മിൽ നന്ദൻ ഉദ്ദേശിക്കുന്ന പോലെ യാതൊരു തെറ്റായ ബന്ധവും ഇല്ല. ഋഷി വയ്യാണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന്. എങ്കിലും അതൊന്നും നന്ദനോട് പ്രഭാവതി തുറന്നു പറഞ്ഞിരുന്നില്ല. അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അരുന്ധതി ആരാണെന്നും അവരുടെ ജീവിത കാര്യങ്ങൾ സ്റ്റാഫായിട്ടുള്ള ഞങ്ങൾക്ക് പോലും അറിയില്ല, അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഭാർഗവിയോട് മാത്രം സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് നന്ദനെയോ സിദ്ധുവിനെയോ രജനിയോ ഗിരീഷിനെയോ ദേവികയോ ഒന്നും അറിയിക്കാതെ രഹസ്യമായി കൊണ്ട് നടന്നത്. മാത്രമല്ല സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ദേവികയുടെ കൂടെ അവളെ സപ്പോർട്ട് ചെയ്യാനും ഇലക്ഷൻ പ്രചരണ സമയത്തും മത്സരത്തിലുമെല്ലാം അവളെ വിജയിപ്പിക്കാനായിട്ട് നന്ദൻ കൂടെ നടക്കുമെന്നുള്ള കാര്യം അറിയാം. അത് ഒരിക്കലും പ്രഭാവതിക്ക് താങ്ങാനാകില്ല. തൻ്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷനെ അരുന്ധതി മനസ്സിലുറപ്പിച്ചേക്കുന്നതെന്നുള്ള കാര്യം പ്രഭാവതിക്ക് അറിയാമല്ലോ. തൻ്റെ കുടുംബത്തെ തകർക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. ഈഗോയുള്ള ഒരു അമ്മായിയമ്മയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടാൽ പോലും അത് വലിയ പ്രശ്നമാക്കി എടുക്കുന്നില്ല പ്രഭാവതി. അതേസമയം ത്യാഗരാജൻ ചില കണക്കുകൂട്ടലുകളിലാണ്. മുമ്പൊരിക്കൽ ബോംബ് വെച്ചിട്ട് തകർക്കാൻ പറ്റിയില്ല, എന്നാൽ ചന്ദ്രോത്ത് വീട് ആകെ തകർക്കണമെന്ന് ചന്ദ്രമതിയോട് മനസ്സിൽ എന്തൊക്കെയോ കരുതി കൂട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. ചന്ദ്രമതിക്കറിയാം ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ എന്തും ചെയ്യുന്ന ഒരാളാണെന്നുള്ള കാര്യം. അരുന്ധതിയുടെ വാക്ക് കേട്ടിട്ടാണ് ത്യാഗരാജൻ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അന്നേരം ചന്ദ്രമതി ആണെങ്കിൽ ത്യാഗരാജനെ ഓടി വന്ന് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ അവിവേകമൊന്നും കാണിക്കരുത്,
രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നം മത്സരത്തിലൂടെ തീർത്തോളും. അതിന് കയ്യാങ്കളിയൊന്നും ഒരു പോംവഴിയല്ല. അതല്ല ചേച്ചി, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേവികയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് ആ പ്രഭാവതി എതിർ പാർട്ടിയിൽ ചേർന്ന് മത്സരിക്കുന്നത്. അത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ ചേച്ചി പറയുന്നത്? അല്ലട മോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ചേച്ചി ഒന്നും പറയണ്ട. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടന്നിരിക്കും അധികം വൈകാതെ. അപ്പം ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു ത്യാഗരാജൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കണ്ടിട്ട്.